ഇന്ന് ഞാനൊരു വാട്ടർ കളറിൻ്റെ ബേസിക് ട്രീസ് എങ്ങനെ വരയ്ക്കുന്ന രീതിയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനുമാണ്. അപ്പം ആദ്യം ഇപ്പം ഞാൻ വാട്ടർ കളർ ക്യാമലിൻ്റെ ട്യൂബ് ടൈപ്പാണ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ആദ്യം നമുക്ക് ഇച്ചിരി ലെമൺ യെല്ലോയും കുറച്ച് സാപ്പ് ഗ്രീനും. വാട്ടർ കളർ അറിയാം, കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വെള്ളം ചേർത്തിട്ട് ആദ്യം നമ്മൾ ലെമൺ യെല്ലോയും ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് ചാലിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ഒത്തിരി മിക്സ് ചെയ്യേണ്ട, ഏകദേശം ഒരു 2 ഡ്രോപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ആദ്യം മുകളിൽ ഇങ്ങനെ ലൈറ്റായിട്ട് ലെമൺ യെല്ലോ ഇങ്ങനെ കൊടുക്കണം. പിന്നെ കുറച്ച് സാപ്പ് ഗ്രീന് എടുത്തിട്ട് വെള്ളം ചേർത്ത് ഇച്ചിരി ലൈറ്റായിട്ട് എടുത്താൽ മതി സാപ്പ് ഗ്രീന്. കാരണം താഴോട്ട് വരുമ്പോൾ നമുക്കത് ഡാർക്കായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ കൈ നമ്മുടെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ആ ട്രീയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേ രീതിയിൽ തന്നെ താഴോട്ടിങ്ങനെ കുത്തി അങ്ങനെ കുത്തിടുന്ന രീതിയിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഡാർക്കാക്കാൻ പോവാണ്. അതുകൊണ്ട് വെള്ളം കുറച്ച് മതി. അപ്പോൾ പെയിൻറ്റ് കൂടുതലെടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് സാപ്പ് ഗ്രീൻ തന്നെ നമ്മൾ ഡാർക്കായിട്ട് ഇങ്ങനെ എടുക്കണം. അതും ഇങ്ങനെ ഡോട്ട് ഇടുന്ന രീതിയിൽ ഇങ്ങനെ കുത്തി ചെയ്താൽ മതി. റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ ട്രീസൊക്കെ വരയ്ക്കുമ്പോൾ. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്ന ട്രീ ഞാൻ കാണിച്ചു തരാം വേറേത്. ഇപ്പോൾ റൗണ്ട് ബ്രഷിൻ്റെയാണ്. ഇതൊരു ബേസിക് ട്രീ ആണ് നമ്മൾ വാട്ടർ കളറിൽ ചെയ്യുന്ന. അപ്പം ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ട്രീസൊക്കെ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്. ഇത് പെയിൻറ്റിങ്ങിന് എനിക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിപ്പം നമ്മൾ ലൈറ്റായിട്ട് മേളിൽ ലൈറ്റിൽ നിന്ന് പിന്നെ ഡാർക്കിലോട്ട് പതുക്കെ കൊണ്ടുവരുവാണ് ഇതിന്. ഇനി നമുക്ക് കുറച്ച് ബേൺസീന ചേർക്കണം. ഈ 3 കളേഴ്സ് വെച്ചാണ് ഞാൻ എല്ലാ ട്രീസും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ബേൺസീന ഇട്ട് അത് ആദ്യം ബേൺസീന കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്ത ബ്രഷ് റൗണ്ട് ബ്രഷാണ്. അത് നമ്പർ 2 ആണ്, ബ്രഷ് നമ്പർ 2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ബ്രഷിൻ്റെ പോയിൻറ്റഡ് വെച്ചിട്ട് തിന്നായിട്ടുള്ള ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ബേൺസീന ഇച്ചിരി തിക്കാണെങ്കിൽ അങ്ങ് താഴോട്ട് വരുമ്പോൾ തിക്നെസ് കൂട്ടി എടുത്താൽ മതി. ഇനി നമുക്ക് ബേൺസീന് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേൺസീനയിൽ ഇച്ചിരി സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബേൺസീനൊക്കെ ഇച്ചിരി ഡാർക്ക്നെസ് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇത്തിരി ഡാർക്കായിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് ഡാർക്കായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെറ്റായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത്, പ്ലെയിൻ വാട്ടർ ആയിരിക്കണം, കളേഴ്സൊന്നും വേണ്ട. ബ്രഷിൽ ആ വെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വരച്ച ആ ബ്രൗൺ ഷെയ്ഡ് കളറ് താഴോട്ട് ഇറങ്ങിക്കുള്ളൂ. പിന്നെ കുറച്ച് ഗ്രാസൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ട്രീ, നമ്മളൊരു ബേസിക് ട്രീയും ഗ്രാസും ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അടുത്ത ട്രീ വരയ്ക്കാം. അതിന് നമ്മൾ ബേൺസീനയും സാപ്പ് ഗ്രീനും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അതാണ് വരയ്ക്കുന്നത്, പൈൻ ട്രീ. അതാണിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇത് ഇച്ചിരി ബേൺസീനും സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി ഡാർക്ക് കളറാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലൈൻ ഇങ്ങനെ എത്ര ഡിസ്റ്റൻസിൽ എത്ര ഹൈറ്റിൽ ആ ട്രീ വേണമെന്നുള്ളത് നമുക്കൊന്ന് ജഡ്ജ് ചെയ്തിട്ട് അതനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ മേളിൽ ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലേക്ക് ഇങ്ങനെ കുത്തി ചെറിയതായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങനെ ചെയ്ത് അറ്റം ഇച്ചിരി പോയിൻറ്റഡ് ആയിട്ട് ഇരുത്തിയേക്കണം. നടുക്ക് ഭാഗം കുറച്ച് തിക്നെസ് കൂടുതലും, അറ്റത്തോട്ട് വരുമ്പോൾ കുറച്ച് തിന്നായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കണം. അപ്പം അതാക്കണ്ട, ട്രീയുടെ ആ ഒരു ഷേപ്പിലേക്ക് അത് കറക്റ്റായിട്ട് വരും. പക്ഷെ താഴോട്ട് വരുമ്പോൾ അത് ഇച്ചിരി വൈഡായിട്ട് എടുത്തേക്കണം. കാരണം മേളിൽ കുറച്ച് തിന്നായിട്ടും വരണം, താഴോട്ട് വരുമ്പോൾ അത് വലുതാക്കി നമുക്കത് ചെയ്തെടുക്കണം. അതിങ്ങനെ ഡോട്ട് പോലെ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഡാർക്ക് കളറാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ലൈറ്റ്, നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം, പിന്നീടുള്ള എൻ്റെ വീഡിയോസിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ബേസിക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ട്രീ ഞാനിപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ
ചെറിയ ചെറിയ ഡോട്ട്സുകൾ ആ അറ്റത്ത് ശരിക്കും ഒരു ഡോട്ട് എഫക്റ്റ്, കാരണം അത് ആ ലീഫിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട്സായിട്ട് ഇട്ട് പോകുന്നത്. താഴോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക്നെസ് കൂട്ടി നമുക്ക് എടുക്കാവേ. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ കണ്ടോ, താഴത്തെ ഭാഗം ഇച്ചിരി ഡാർക്കായിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുക്കുക. ഞാനിത് ഇച്ചിരി കൂടെ ലെങ്തി ആക്കുവാണ് ട്രീ, കുറച്ചും കൂടെ വലുതാക്കി. അപ്പോൾ ഇനി അതിൻ്റെ കണ്ട ലീഫിൻ്റെ ഇനി കുറച്ചും കൂടെ വലുതാക്കി വൈഡായിട്ട് ഇങ്ങനെ കൊടുത്തോണം നമ്മൾ. അതിങ്ങനെ ഡാർക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടായിട്ടിട്ട് ഡാർക്ക്നെസ് ഇങ്ങനെ കൂടുതലായിട്ട് കൊടുത്തോണം. പിന്നെ വാട്ടർ കളർ നമ്മൾ ഇപ്പം ചെയ്യുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് തോന്നിയാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒരു മങ്ങലാവും. കാരണം വാട്ടർ കളർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻസ് വാട്ടർ കളറിനെക്കാട്ടും നല്ലത് ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളർ മേടിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്യാമലിൻ്റെ ബ്രാൻഡാണ്, ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. അതിന് കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്നൊന്നും ഡള്ളാവത്തില്ല, അത് ഇച്ചിരി നല്ല ബ്രൈറ്റായിട്ട്. ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ പിള്ളേർ പോകുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളർ മേടിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി ഞാനിപ്പോൾ ട്രീക്ക് കുറച്ച് ഒരു ഇത് ലൈറ്റായിട്ടുള്ളത് കൊടുക്കുവാണ്, യെല്ലോയും ഗ്രീനും കൂടെ ചേർത്ത്, സാപ്പ് ഗ്രീനും കൂടെ. അത് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് ഫുള്ളായിട്ട് അതിൻ്റെ മേലിൽ കൊടുക്കണ്ട. കുറച്ച് സൈഡിലേക്ക് മാത്രം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, കാരണം നമ്മൾ ആ ചെയ്ത ആ ഡാർക്കിൻ്റെ ആ എഫക്റ്റ് പോകും. അതുകൊണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ ആ ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തത് കാണിച്ചിട്ടുള്ളൂ. ഇനി താഴോട്ട് നമുക്ക് കുറച്ച് ആ നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നു അതേ രീതിയിൽ തന്നെ കുറച്ച് ബ്രൗണും സാപ്പ് ഗ്രീനും കൂടെ ചേർത്ത് അടിക്കുക. അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഉണങ്ങുന്ന മുമ്പേ തന്നെ വെള്ളം ചേർക്കണം, എന്നാലേ അത് ആ കളർ ഇങ്ങോട്ടേക്ക് താഴോട്ട് മിക്സ് ചെയ്ത് വരത്തുള്ളൂ. ഇനി നമുക്ക് വേറൊരു ട്രീ വരയ്ക്കാം. ഇതേ കളേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ബേൺസീനെ വെച്ചിട്ട് നമുക്ക് ആ ട്രീയുടെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം, എങ്ങനത്തെ ഡയറക്ഷനിൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഞാൻ വരയ്ക്കുന്ന രീതി വരയ്ക്കണമെങ്കിൽ അങ്ങനത്തെ രീതിയിൽ തന്നെ വരച്ചോ. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലാണ് ട്രീസിൻ്റെ ലീവ്സൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെ ഇതിപ്പം ഞാൻ ആ സെയിം ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നമ്പർ 2 ആണ്. നിങ്ങൾക്ക് 0 ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ ഈ 2 ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് പെയിൻറ്റ് എടുക്കേണ്ടി വരത്തില്ല. ഇപ്പം ചെറിയ ഹെയറുള്ള ബ്രഷ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പെയിൻറ്റിൽ മുക്കി ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ, പെയിൻറ്റിങ് അറിയാത്തവരാണെങ്കിൽ 0 ബ്രഷോ 000 ഒക്കെ 00 ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ബ്രഷ് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി ഞാൻ ഗ്രീൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഒത്തിരി ബ്രഷ് വെറ്റാക്കണ്ട, കുറച്ചൊരു ജസ്റ്റ് ബ്രഷ് ഒന്ന് നനച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ആ പെയിൻറ്റിലേക്ക് എടുക്കുക. അത് ഇത്രയും വെറ്റ്നെസ് മതി, കാരണം അല്ലെങ്കിൽ നമ്മൾ ആ ഡോട്ട് ഇടുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ 2 മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പം ഞാൻ വേറൊരു രീതി കാണിക്കും. ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളം ചേർന്ന് പോയി, ഇപ്പം കണ്ടോ ഞാൻ വെള്ളം കൂടുതൽ ചേർത്തിട്ട് എടുക്കുക. സാധാരണ ആൾക്കാർ ചെയ്യുമ്പോൾ വെള്ളം കൂടുതൽ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റെഡിയാക്കി എടുക്കുന്ന രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് അടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയോ, കുറച്ച് ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടിഷ്യൂ എടുത്തിട്ട് നല്ലപോലെ തുടച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ ആദ്യം ചെയ്ത ഗ്രീനില്ലേ, അത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങുന്ന മുമ്പേ തന്നെ അത് ചെയ്യണം കേട്ടോ, എന്നാലേ ആ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ വേറെ പെയിൻറ്റ് എടുക്കുന്നില്ല, അതിലിടുന്ന പെയിൻറ്റ് വെച്ച് തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആണ് ഈ ട്രീ ചെയ്യുന്ന രീതി. കാരണം ഞാൻ ആദ്യം ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, കൂടുതൽ പെയിൻറ്റ് എടുക്കാതെ ജസ്റ്റ് ബ്രഷിൻ്റെ ആ ഹെയർ ഒന്ന് ആ രീതി കാണിച്ചു തരാം. ബ്രഷിൻ്റെ ഹെയർ എങ്ങനെ അതൊന്ന് വൈഡാക്കി എടുക്കുന്നത്, ആ മെത്തേഡും ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് റെഡിയാക്കിയിട്ട് അത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ലെമൺ യെല്ലോ ആണ് ഞാനിപ്പം ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ലെമൺ യെല്ലോ എടുത്തിട്ട് ബ്രഷ് ഇത് ഇങ്ങനെയാണ്, ഒത്തിരി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബ്രഷ് ഇത് ഇങ്ങനെ ഒന്ന് അമുക്കി കൊടുക്കുക. അപ്പോൾ ബ്രഷ് ഉണ്ടോ അതിൻ്റെ ഹെയറൊക്കെ ഒന്ന് വൈഡായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത്. ലെമൺ യെല്ലോ ഇങ്ങനെ സൈഡിലോട്ട്, സൈഡ് ഭാഗത്ത് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ
ഓൾമോസ്റ്റ് ആ ട്രീയുടെ ഒരു ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട ബ്രാഞ്ചസിന് കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കണം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാപ്പ് ഗ്രീനും ബേൺസീനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. ആ ബേൺസീന വെച്ചിട്ട് ഡാർക്കായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് അതിങ്ങനെ സൈഡിൽ മാത്രം ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ലൈൻസ്, തിൻ ലൈൻസായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സീറോ ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ സീറോ ബ്രഷ് വെച്ച് ചെയ്യാം. അത് നമ്മൾക്ക് അനുയോജ്യം പോലെ ഇരിക്കും ഏത് ബ്രഷ് യൂസ് ചെയ്യും. ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കുറച്ചൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്പർ 2 ബ്രഷോ നമ്പർ 1 ബ്രഷോ യൂസ് ചെയ്ത് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും പെയിൻറ്റിങ് അറിയാത്തവർ സീറോ ബ്രഷ് വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ബ്രഷ് നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം ആ തിൻ ലൈൻസൊക്കെ ചിലപ്പോൾ തിക്ക് ലൈനായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സീറോ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ താഴോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്ക്നെസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഗ്രീൻ ഞാൻ കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് കുറച്ച് ഗ്രീനും പിന്നെ കുറച്ച് ഗ്രാസും ഒക്കെ അവിടെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ട്രീ, ബേസിക് ട്രീസൊക്കെയാണ് ഇതൊക്കെ. ഇത് ഇനിയിപ്പം ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ട രീതിയിലൊക്കെ സീനറീസൊക്കെ വരപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ വരയ്ക്കാൻ പറ്റിയ രീതിയിലൊക്കെ ഉണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ഇടുന്നവർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, വരയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിനി ഇങ്ങനെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.